ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 18 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. രോഗിയായ ഒരു മനുഷ്യൻ ഡോക്ടറെ കാത്തിരിക്കുന്നു. ഒരു കുറ്റവാളി അഭിഭാഷകനെ കാത്തിരിക്കുന്നു. മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവൻ പിന്താങ്ങുന്ന ഒരുവനെ കാത്തിരിക്കുന്നു. നഷ്ടപ്പെട്ടവൻ വഴികാട്ടിയായ ഒരുവനെ കാത്തിരിക്കുന്നു. എന്നാൽ വൈകിയാൽ നഷ്ടം വളരെ വലുതാണ്. അതുപോലെ ഒരു പാപിക്ക് രക്ഷകൻ ആവശ്യമുണ്ട്. പാപിയായ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ്റെ അന്ത്യം നിത്യമായ നരകത്തിലായിരിക്കും. യാക്കോബ് പ്രഖ്യാപിക്കുന്ന പോലെ ദൈവത്തിൻ്റെ രക്ഷയെ കാത്തിരിക്കുക മാത്രമാണ് വഴിയെന്ന് ബൈബിൾ പറയുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ രക്ഷ ഭാവിയിൽ വരേണ്ട ഒരാളെയാണ് സൂചിപ്പിച്ചത്. ആ രക്ഷ യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടു. യേശു തന്നെയാണ് നമ്മുടെ രക്ഷകൻ. മത്തായി എഴുതിയ സുവിശേഷം 1 അധ്യായം 21 വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവനിൽ വിശ്വസിക്കുന്നവന് ഇന്ന് തന്നെ ക്ഷമയും സമാധാനവും നിത്യ ജീവിതവും ലഭിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഏകയാഗത്തിലൂടെ മാനവരാശിയെ രക്ഷിക്കുന്നു. അവൻ ക്രൂശിൽ നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു എന്ന ഈ ലോകരക്ഷിതാവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.